ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നാം ഇന്ന് ഒത്തിരി കേൾക്കുന്ന ഒരു പേരാണ് കൊച്ചു ത്രേസ്യ. ആരാണ് കൊച്ചു ത്രേസ്യ? കേവലം 24 വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച് അതിൽ 9 വർഷക്കാലം കർമ്മല മഠത്തിന്റെ ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞുകൂടിയ ഒരു പാവം കന്യാസ്ത്രീ. പക്ഷേ തിരുസഭ ഇന്ന് ഈ കന്യാസ്ത്രീയെ വിശേഷിപ്പിക്കുന്നത് ആധുനിക ലോകത്തിലെ മഹാവിശുദ്ധയെന്നും അഖില ലോക മിഷൻ മധ്യസ്ഥയെന്നും വേദപാരംഗത എന്നൊക്കെയുമാണ്. എങ്ങനെയായിരിക്കാം കൊച്ചു ത്രേസ്യ ഈ നിലയിലേക്ക് എത്തിച്ചേർന്നത്? അതിന് അവൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല. വിശുദ്ധ അഗസ്തിനെ പോലെയും അമ്മ ത്രേസ്യയെയും പോലെയും ഉൾക്കാമ്പുകൾ നിറഞ്ഞ പുസ്തകങ്ങൾ എഴുതിയില്ല. അതികഠിനമായ പരിത്യാഗ പ്രവർത്തികൾ ചെയ്തില്ല. മറിച്ച് അവൾ ചെയ്ത സാധാരണ കാര്യങ്ങളിലും അസാധാരണത്വം കണ്ടെത്തി ചെറുമയുടെ ഒരു മനോഭാവം സൂക്ഷിച്ച് ഒരു കുഞ്ഞ് അമ്മയെ സമീപിക്കുന്ന വിധം ഈശോയെ സമീപിച്ച് ജീവിച്ചുമൊക്കെയാണ് ഇന്ന് സാർത്ഥതയുടെ പിന്നാലെ പോകുന്ന, വലിയ കാര്യങ്ങൾ ചെയ്ത് പ്രശസ്തി നേടുവാൻ ആഗ്രഹിക്കുന്ന നമുക്ക് ഈ വിശുദ്ധ ഒരു വിധത്തിൽ മാതൃകയും ഒപ്പം വെല്ലുവിളിയുമാണ്. ചുരുക്കത്തിൽ ഈ വിശുദ്ധ നമുക്ക് നൽകുന്ന സന്ദേശം, വിശുദ്ധ പദവി അലങ്കരിക്കുവാൻ നാം വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, മറിച്ച് ചെയ്യുന്ന സാധാരണ കാര്യങ്ങളിൽ ഒരു അസാധാരണം കണ്ടെത്തി ദൈവസ്നേഹത്തെ പ്രതി ചെയ്താൽ മതി.